كلا إذا بلغت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق. മനുഷ്യന്റെ വേവലാതി വിശുദ്ധ ഖുർആൻ അങ്ങ് വിശദീകരിച്ചു തരികയാ. ഇനി നിങ്ങൾ നോക്കണേ, ജാഅത് സക്രത്തുൽ മൗതി ബിൽ ഹഖ് ذلك ما كنت منه تحيد. മരണത്തിന്റെ വെപ്രാളം സത്യമായും വന്നു കഴിഞ്ഞു. അതിൽ നിന്ന് തെന്നിമാറാൻ നിനക്ക് കഴിയില്ല. നമുക്കാർക്കും ആ മരണത്തിൽ നിന്ന് തെന്നിമാറാനാകില്ല. ആ മരിക്കാൻ വിധിക്കപ്പെട്ട നിമിഷത്തിലെ മനുഷ്യരാശി പറഞ്ഞു പോണ വ്യത്യസ്തമായ വ്യാകുലതകളും വേവലാതികളുമുണ്ട്. ജീവിതത്തിലേക്ക് മലക്കുൽ മൗത്ത് കടന്നു വരുമ്പോ മനുഷ്യൻ പറഞ്ഞു പോണ ഒരു വർത്തമാനം എന്താണെന്നറിയോ? റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. എന്റെ റബ്ബേ, ഏറ്റവും അടുത്ത സമയത്തേക്ക് എന്നെ നീ ഒന്ന് പിന്തിപ്പിക്കുകയാണെങ്കിൽ, ഒരല്പസമയത്ത് ആയുസ് നീ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്യുകയും സദ്വൃത്തവരുടെ കൂട്ടത്തിൽ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെടുകയും ചെയ്യാനാഥാ. ഞാൻ ദാനധർമ്മം കൊടുത്തോളാനാഥാ. ഞാൻ മുത്തഖീങ്ങളുടെ ജീവിതം നയിച്ചോളാനാഥാ. ഞാൻ സ്വാലിഹിന്റെ ഗണത്തിൽ ഉൾപ്പെടാൻ ശ്രമിച്ചോളാനാഥാ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു പോണ മറുപടി കേൾക്കണ്ടേ? വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഒരാൾക്കും തന്നെ അയാളുടെ അവധി വന്നെത്തിയാൽ അള്ളാഹു നീട്ടിക്കൊടുക്കുകയില്ല. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായ അറിവുള്ളവനാകുന്നുവെന്ന് സൂറത്തുൽ മുനാഫിഖൂനിന്റെ 10-ാമത്തെയും 11-ാമത്തെയും വാചകമാ. മരണമങ്ങ് മുന്നിൽ കാണുമ്പോ മനുഷ്യന്റെ കോലമങ്ങ് മാറും. മരണമങ്ങ് മുന്നിൽ വരുമ്പോ മനുഷ്യന്റെ ചിന്തയങ്ങ് മാറും. മരണമങ്ങ് മുന്നിൽ വരുമ്പോ മനുഷ്യനങ്ങ് നന്നാകാൻ ശ്രമിക്കും. മനുഷ്യനങ്ങ് പറഞ്ഞു പോകും, ഹത്താ ഇദാ ജാഅ أحدهم الموت قال رب ارجعون.